Hi friends, welcome to Sakshi Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമായ ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ചില സ്ഥലങ്ങളിൽ പുളിയിഞ്ചിയാണ്. ഞങ്ങളുടെ സ്ഥലത്ത് തയ്യാറാക്കുന്ന രീതിയിലുള്ള ഇഞ്ചിക്കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കി വരാം. ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് 200 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് 3-4 പ്രാവശ്യം നല്ലോണം കഴുകിയെടുത്ത ഇഞ്ചിയാണിത്. ഇനി ഇത് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇതേ രീതിയിൽ വേണം ഇഞ്ചി അരിഞ്ഞെടുക്കാൻ. ഇത് അരിയുമ്പോൾ കനം കുറച്ച് ഒരേ സൈസിൽ അരിയുകയാണെങ്കിൽ പെട്ടെന്ന് ഒരേ രീതിയിൽ തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇഞ്ചിയെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കൊച്ചുള്ളിയാണ്. ഇത് 100 ഗ്രാം കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തതാണ്. ഇനി ഇത് കനം കുറച്ച് നമുക്ക് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. കനം കുറച്ച് തന്നെ അരിയുക, കനം കൂട്ടി അരിഞ്ഞെടുക്കരുത്. പിന്നെ വേണ്ടത് 3 പച്ചമുളകാണ്. അത് നമുക്ക് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് ആദ്യം ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയില്ല, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുക്കണം. ഇഞ്ചി നല്ലോണം മൂപ്പിച്ചെടുക്കണേ, എന്നാൽ മാത്രമേ ഇഞ്ചിക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇഞ്ചി മൂപ്പിച്ച് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ഇഞ്ചി നല്ലോണം മൂപ്പിച്ചെടുക്കണം. ഇനി ചൂടാറിയതിനു ശേഷം ഇത് തരിതരിപ്പായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ചൂടോടുകൂടി പൊടിക്കരുത്. ഇനി ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ടുള്ള പുളി വെള്ളത്തിലിടണം. അതിനായിട്ട് ഞാനിവിടെ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ പുളി ഒന്ന് കുതിർക്കാൻ വെക്കാം. ഇനി ഇഞ്ചിക്കറി ചെയ്തെടുക്കാം. അതിനായിട്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വറുത്ത എണ്ണയില്ലേ, അത് 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇടാം. ആദ്യം പച്ചമുളക് ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റാം. ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഈ ചുവന്നുള്ളി ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണേ. ഉള്ളി ഇതുപോലെ തന്നെ വറുത്തെടുക്കണം. നല്ലോണം മൂപ്പിച്ചെടുക്കണം ഉള്ളി, എന്നാൽ കരിഞ്ഞും പോവരുത്. ഈ ഉള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ കറിയിൽ പൊടിച്ച് ചേർക്കാം, അല്ലാതെയും ചേർക്കാം. പൊടിച്ചാണ് ഉള്ളി ചേർക്കുന്നെങ്കിൽ ആദ്യം കടുക് താളിക്കരുത്. കറി ആയതിനു ശേഷം ലാസ്റ്റിൽ മാത്രമേ കടുക് താളിച്ചൊഴിക്കാവൂ. ഇപ്പോൾ ഞാനിത് പൊടിച്ചല്ല ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂണ് കായപ്പൊടി. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ്. പിന്നെ ഒരു നുള്ളു ഉലുവാപ്പൊടി. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി ഇതൊന്ന് നല്ലോണം മൂത്ത് വരണം. അപ്പം പൊടികൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം നമുക്ക് ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കര ഒന്ന് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചി ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണസദ്യക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഇഞ്ചിക്കറി ഒന്ന് ചെയ്തു നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം.